ചില ആളുകൾ ചില തീരുമാനങ്ങൾ മാറ്റുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തന്നെ മാറിപ്പോകും. ബനൂ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയൊരു സമൂഹം ഇവിടെ ജീവിച്ചിരുന്നു. അവരോട് അള്ളാഹു തആല അവർക്ക് വലിയൊരു അനുഗ്രഹം അള്ളാഹു കൊടുത്തിരുന്നു. ഓരോ സമയങ്ങളിലും അള്ളാഹു തആല അവർക്ക് നിശ്ചയിച്ച സമയം കണക്കാക്കി കട്ടിത്തേരും കാടപ്പക്ഷിയും അള്ളാഹു ഇറക്കി കൊടുത്തിരുന്നു. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ല ഭക്ഷണം, ബില്ലൊന്നും അടക്കേണ്ടതില്ല, ഇരുന്നങ്ങ് ഭക്ഷിച്ചാൽ മതി. നല്ല കട്ടിത്തേനും കാടപ്പക്ഷിയുമല്ലേ ഇറക്കി കൊടുത്തത്. പക്ഷേ അള്ളാഹുവിന്റെ നിർദ്ദേശം അവർക്കുണ്ട്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എടുത്തു വെക്കരുത്, ആവശ്യമുള്ളവർക്ക് അത് നൽകണം, മറ്റുള്ളവരിലേക്ക് അത് കൊടുത്ത് നിങ്ങൾ സഹകരിക്കണം, ഒരിക്കലും നിങ്ങൾ അത് സൂക്ഷിച്ചു വെക്കരുത്, എടുത്തു വെക്കരുത്. അള്ളാഹു അവരോട് ഒരു ആജ്ഞ പുറപ്പെടുവിച്ചപ്പോൾ പലരും അത് കേൾക്കാതെ വന്നപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ നാട്ടില് മാംസത്തിന് ദീർഘായുസ് കുറഞ്ഞു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൗലാ ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായീൽ എന്ന് പറയുന്ന ഒരു ടീം ലോകത്തില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ലം യദ്ഖിൽ ലഹ്മു കേടുവരില്ലായിരുന്നു. ഇറച്ചി ഒന്ന് എടുത്തു വെച്ച് നോക്കും നിങ്ങൾ ഒരു പാത്രത്തിൽ, അതിന്റെ വാസനയും അതിന്റെ നിറവും കാര്യങ്ങളൊക്കെ മാറി. അത് ഇപ്പൊ ഫ്രിഡ്ജിൽ വെച്ചാലും കുറച്ചൊക്കെ കാലാവധി കാലാവധി വരെ സൂക്ഷിക്കും. അല്ലെങ്കിൽ എത്ര കാലം അങ്ങനെ കഷ്ണം കഷ്ണമായി ഭാഗിച്ച് മുറിച്ച് ഭക്ഷിക്കാമായിരുന്നു. പക്ഷെ അവര് സൂക്ഷിക്കണ്ട എന്ന് പറഞ്ഞ സംഗതി സൂക്ഷിച്ചപ്പോ അള്ളാഹു തആല മാറ്റം കൊടുത്തു. എല്ലാം അങ്ങനെയല്ലേ അള്ളാഹു തആല അവർക്ക് മാറ്റം കൊടുത്തത്. പറഞ്ഞ കാര്യങ്ങൾക്ക് നേരെ എതിർ ചെയ്തപ്പോൾ അള്ളാഹു തആല മാറ്റം കൊടുത്തു. തീഹി എന്ന് പറയുന്ന ഒരു മരുഭൂമിയിൽ സ്വേച്ഛാധിപതികളായ അതിക്രമികളായ കുറച്ച് ആളുകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോകണം എന്ന് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യവും നല്ല പുഷ്ടിയൊക്കെ പ്രാപിച്ച ഈ വിഭാഗത്തോട് അള്ളാഹു കൽപ്പിച്ചപ്പോ അവര് മനസ്സോടെ അതിനെ സമ്മതിച്ചു. പക്ഷെ അള്ളാഹു തആല പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യണം, വദ്ഖുലുൽ ബാബ സുജ്ജദൻ വഖൂലു ഹിത്തത്തുൻ നഗ്ഫിർ ലക്കും ഖതായാകും. അള്ളാഹു തആല പറഞ്ഞ രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഗ്രഹങ്ങളൊക്കെ കിട്ടും. എന്താ അള്ളാഹു പറഞ്ഞത്? ആ നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിലൂടെ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ വളരെ വിനയത്തോടെ ഒന്ന് കുനിഞ്ഞ് നെറ്റി വെച്ചുകൊണ്ടല്ലോ ഒന്ന് കുനിഞ്ഞിട്ട് അള്ളാഹുവിന്റെ അഭിവാദ്യം എന്ന് കരുതിക്കൊണ്ട് തസ്ബീഹ് ചൊല്ലി അങ്ങോട്ട് കിടക്കാൻ. അങ്ങനെ കിടക്കുന്ന സമയത്ത് നിങ്ങൾ പറയണം ഹിത്തത്തുൻ. ഒരു വാക്കാണ്, ഒരു തസ്ബീഹിന്റെ അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഹിത്തത്തുൻ. പാപങ്ങൾ കുറച്ചുകൊണ്ട് അല്ലാഹ്, ഞങ്ങളുടെ വൈകല്യങ്ങളൊക്കെ നീ താഴ്ത്തിക്കൊണ്ട് അല്ലാഹ് എന്ന ഒരു പദപ്രയോഗം നടത്താനാണ് അവരോട് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നഗ്ഫിർ ലക്കും ഖതായാകും, നിങ്ങളുടെ വൈകല്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാപ്പാക്കി തരും. പക്ഷേ കൽപ്പിച്ചതിന് നേരെ കടകവിരുദ്ധമായി ചെയ്തു. ഫബദ്ദലല്ലദീന ളലമൂ, അക്രമികളായ ആ സമൂഹം അവരോട് പറഞ്ഞത് മാറ്റിയിട്ട് സഹോദരങ്ങളെ അവരെന്ത് ചെയ്തു? അവരോട് പ്രവേശിക്കാൻ പറഞ്ഞത് നേരെ തലകുനിച്ചുകൊണ്ട് ഒരു റുകൂഇന്റെ രൂപത്തിലല്ലേ, നേരെ തിരിഞ്ഞു നിന്ന് എന്നിട്ട് പിൻഭാഗം അങ്ങോട്ടാക്കിയിട്ട് നമ്മളിങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് റിവേഴ്സ് അടിക്കും പോലെ പിൻഭാഗം അങ്ങോട്ട് തിരിച്ചു വെച്ചുകൊണ്ടാണ് അവർ കിടന്നത്. അതേ ബാക്ക് ഷീറ്റിന്റെ ഭാഗം കുനിഞ്ഞു നിന്നിട്ട് അത് അങ്ങോട്ടാക്കി തുടക്കം തന്നെ. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ബേക്കോട്ടാണ് അവർ പോയത്. ഹിത്തത്തുൻ എന്ന തസ്ബീഹിന്റെ അർത്ഥം വരുന്ന, ഇസ്തിഗ്ഫാറിന്റെ അർത്ഥം വരുന്ന വാക്ക് പറയാൻ പറഞ്ഞപ്പോ അവർ പറഞ്ഞു ഹബ്ബത്തുൻ ഫീ ശഅറത്തിൻ, ഓരോ കതിരിലും ഞങ്ങൾക്ക് ഓരോ ധാന്യം വേണം, ഞങ്ങൾക്ക് ഓരോ കതിരിലും ഓരോ ധാന്യം. സുബ്ഹാനല്ലാഹ്, ഹിത്തത്തുൻ എന്ന വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ മാറ്റി മറിച്ചു. ഫഅൻസൽനാ അലൈഹിം റിജ്സൻ മിനസ് സമാഇ ബിമാ കാനൂ യഫ്സുഖൂൻ.